ഹലോ നിയാസേ, ചക്കരെ, വേണ്ട എന്താടാ? വേണ്ട, ഞങ്ങൾ എന്നെ വിളിക്കണ്ട. അങ്ങനെ പറയല്ലേ മുത്തേ, ഇച്ചിങ്ങോട്ട് ചേർന്ന് തന്നെ. വേണ്ട, കാര്യം കാണാൻ മാത്രമേ ഉള്ളൂ ഈ. അങ്ങനെ പറയില്ലേടാ, എന്റെ കൽബിൽ ഇച്ച് മാത്രുള്ളൂ. വേണ്ട പ്ലീസ്. അയ്യേ, ഇതെന്ത് കൊതിയനാ. പിന്നെ തരാം. വാപ്പുറങ്ങിയ? കുട്ടികളോ? കുട്ടികൾ ഉറങ്ങി. ഇക്ക വിളിച്ചിരുന്നു. 6 മാസം കഴിഞ്ഞിട്ട് വരും. അത് കഴിഞ്ഞ എന്റെ മുത്തിനെ കാണാൻ ഞാൻ എന്ത് ചെയ്യും? നമുക്കറിയൂല. അത് പോട്ടെ, എന്ത് ഡ്രസ്സാ ഇട്ടേക്കണേ? നെയ്റ്റിയാ. എന്ത് കളറ്? പറ. മഞ്ഞ? അല്ല, പച്ച. അല്ലോ, പിന്നെ മനസ്സിലായി. ഇച്ച് മലപ്പുറത്താരില്ലടോ. നമ്മളിപ്പം കൊച്ചിക്കാരിയാ. നീ അവിടെ എന്തെടുക്ക? ഒന്നുമില്ല, ഇച്ചൊരു ഉമ്മാന്നേ. നീ അവിടെ എന്തെടുക്ക? ഒന്നുമില്ല, ഞാൻ വിളിക്കട്ടാ. വാപ്പ വിളിക്കണ്ട്. ശരി, വിളിക്കണം. ഞാൻ ഉറങ്ങൂല കേട്ടോ. ശരി ശരി. ഹലോ. ഹായ്. നീ ആരോടാ സംസാരിച്ചുകൊണ്ടിരുന്നേ? എത്ര നേരം ഞാൻ ട്രൈ ചെയ്യുന്നു. ഡാഡി വിളിച്ചതാ. കാർത്തി, എന്നോട് നുണ പറയണ്ട നീ. സത്യമാടാ. എന്താ വിശേഷം? മാരേജ്. ഡാഡി ആരെയോ കണ്ടുവച്ചിട്ടുണ്ടെന്ന്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഓ, എന്റെ ചക്കരയുള്ളപ്പോ എനിക്ക് വേറെ പെണ്ണെന്തിനാ? ഒരുമതാ. അയ്യാടാ, എങ്ങനെയുണ്ടാടാ പുതിയ മാനേജർ വന്നിട്ട്? നീ വിഷയം മാറ്റണ്ട. എല്ലാ പെണ്ണുങ്ങളും എങ്ങനെയാ, കാര്യത്തോടെടുക്കുമ്പോ വിഷയം മാറ്റും. നീ ഉമ്മതാ മോളെ. അയ്യാ പോടാ, ചക്ക ഞാനൊരു കുത്തു തരും നിനക്ക്. പ്ലീസ് ഡാ, എന്റെ ചക്കരല്ലേ. അതൊക്കെ ഡിജെക്ക് വരുമ്പോ തരാം. നീ വരുവോ? എങ്ങനെ വരും? മമ്മിയും ഡാഡി നാളെ എത്തുള്ളൂ. ഗ്രാൻഡ് ഉറങ്ങട്ടെ. കഴിഞ്ഞ ദിവസം നിന്റെ കൂടെ ആ ഡിജെക്ക് വന്ന TV ആങ്കർ ഉണ്ടല്ലോ, നീ ആ വിശ്വംഭരൻ. എന്താ? അവളൊരു മുതലാട്ടാ. അയ്യേടാ, അവൾക്ക് വേറെ ആളുണ്ട് മോനെ. നീ അവളുടെ നമ്പർ ഒന്ന് ഒപ്പിച്ചെന്നേ. എന്തിനാ? വെറുതെ ഒരു ടൈം പാസ്. എനിക്കറിയാം, നിന്റെ ടൈം പാസ്സാ ഞാനെന്നും. പോടാ. ഓടിക്കളി, നിന്നെ ഞാനൊന്ന് കെട്ടിപ്പിടിക്കട്ടെ. വല്ലാത്ത തണുപ്പ്. വേണ്ട, പോ. പിടിക്ക. നീ ആ വിശ്വംഭരത്തിനെ പോയി പിടിക്ക്. പപ്പ വിളിക്കുന്നു, ഞാൻ തിരിച്ചു വിളിക്കാം. ബൈ ബൈ. എടി ഡിജെക്ക് വരില്ലേ? ആ വരാം. ഒരു ഉമ്മ തന്നിട്ട് പോടി. മതി മതി. ഒരാളോടി. ശാപം വെച്ചിട്ട് പോയി. ഹായ് റോഷൻ. ഹായ്, നീ ബിസിയാണോ? ഡാഡിയോട് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. നാളെ ഒരു ഔട്ടിംഗ് ആയാലോ? സോറിയടാ, ഗ്രാൻഡ്മയുടെ കൂടെ ഒന്ന് പുറത്തു പോണം. പിന്നെ ഈവനിങ് ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ഉണ്ട്. മറ്റന്നാളായാലോ? ഓ ഷുവർ. താങ്ക്സ് ഡിയർ, ലവ് യു. ഓക്കേ. നിയാസേ, ഇപ്പയോ? കരയാ? എന്താ നിനക്ക് പറ്റിയത്? എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? ഒന്നുമില്ല, സോറി. ഇത് പറയാനാ നീ എന്നെ വിളിച്ചേ? കാര്യം പറ. ഞാനൊരു ബാബുവിന് ലോൺ എടുത്തു കൊടുത്ത കാര്യം പറഞ്ഞിരുന്നില്ലേ? അവനക്ക് കൊടുക്കാനല്ലേ എന്റെ അടുത്തുനിന്ന് നീ വള ഊരി വാങ്ങിയത്? കുടിശ്ശിക തീർത്തില്ലേ? അത് ഞാൻ അടച്ചു. പക്ഷെ ഇനിയുണ്ടല്ലോ ബാക്കി. ആ ബാബു, അവൻ എന്നെ പറ്റിച്ച് ഗൾഫിലേക്ക് കടന്നു കളഞ്ഞു. ബാങ്കുകാർ ഇന്നലെ വീട്ടിൽ വന്നിരുന്നു. അച്ഛൻ അല്ല വാപ്പ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. എന്നിട്ട് ബാങ്കിലെ കടം തീർക്കാണ്ട് വീട്ടിൽ കയറണ്ടെന്ന് പറഞ്ഞു. അല്ലോ, എനിക്കാരുമില്ല, എനിക്കാരുമില്ല. കരയല്ലേ? ഞാനില്ല നിനക്ക്. കരയല്ലേ? ഈശ്വര, അടുത്ത ജന്മത്തിലെങ്കിലും ഇവനെ പോലൊന്ന് കരയാൻ പറ്റണേ. എന്നാ ബാങ്കിൽ കൊണ്ടുപോയി ഈ വള പണയം വെച്ച് കടം തീർക്ക്. വേണ്ട, ഇപ്പൊ തന്നെ എന്തോരം സ്വർണ്ണ ഞാൻ ഈ തടയിന്ന് വാങ്ങിച്ചത്.
അതല്ലേ ഇക്ക ഗൾഫിന്ന് വരുമ്പോഴേക്കും നീ എടുത്ത് തന്നാൽ മതി. അതിനിപ്പോ എന്തായാലും 4-5 മാസം എടുക്കും. ഇത് എത്ര പവനാ? അത് 3 പവൻ. താങ്ക് യു. ഹലോ ഹലോ, രമേശ് അല്ലേ? രമേശോ? ഞാൻ പൂജയാ. ഇത് രമേശ് അല്ലേ? ആരാന്ന് പറഞ്ഞേ? ഞാൻ പൂജയാ. രമേശ് അല്ലേ? സോറി, റോങ് നമ്പർ. ആരടാ? പൂജ. അളിയ നിനക്കൊരു പൂജാരിയാകായിരുന്നു. നീ എന്തിനാ ഫോൺ റോങ് നമ്പർ ഒന്ന് കട്ട് ചെയ്ത്? അതാണ് അതിന്റെ ഒരു രീതി. ഇനി ഒരു പ്രാവശ്യവും കൂടി രമേശ് ആണോ എന്ന് ചോദിച്ചാൽ അവളെന്റെ ഫോണിലേക്ക് വിളിച്ചാ പിന്നെ ഞാൻ പൂജാരിയല്ല, മേൽശാന്തിയാ, മേൽശാന്തി. ഇനി ഒരു പ്രാവശ്യം കൂടി ഞാൻ വിളിക്കണം. എനിക്ക് വയ്യ. എടി, അതാണ് അതിന്റെ രീതി. രമേശിനെ അന്വേഷിച്ച് നീ വീണ്ടും അവന്റെ മൊബൈലിലേക്ക് വിളിച്ച നീ വീഴും നാം വിശ്വസിക്കും. എല്ലാ ആണുങ്ങളും ഇങ്ങനെ തന്നെയാ. ഇതാ അവളാണല്ലോ. എടാ മുമ്പ് വിളിച്ചില്ലേ പൂജ? ഹലോ, രമേശ് ആണോ? ആണോ? സത്യം പറ. ആരാ ഈ രമേശ്? എന്റെ ഒരു ഫ്രണ്ടാ. എന്നെ ഒരു ഫ്രണ്ടായി കണ്ടൂടെ? അതിന് നമ്മൾ തമ്മിൽ പരിചയമൊന്നുമില്ലല്ലോ. പരിചയപ്പെടാം. ഞാൻ കാർത്തിക്, എന്ത് ചെയ്യുന്നു? അസോസിയേറ്റ് ഡയറക്ടർ. അവന്റെ അച്ഛൻ അസോസിയേറ്റ് ഡയറക്ടർ. എന്തോന്നും മിണ്ടാത്തെ? ഹലോ, ഞാൻ കട്ട് ചെയ്യാ. എന്റെ കാശ് തീർന്നു. ഞാൻ അങ്ങോട്ട് വിളിക്കാം. വേണ്ട, അതൊന്നും വേണ്ട. എന്നാ ഞാൻ റീചാർജ് ചെയ്ത് തരാം. അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? എന്നാ ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കേ. ഹലോ. ഹലോ, പൂജയല്ലേ? അതെ. ഞാൻ മൊബൈൽ ചാർജ് ചെയ്തിട്ടുണ്ട്. മെസ്സേജ് കണ്ടില്ലേ? താങ്ക്സ് കാർത്തിക്, താങ്ക്സ്. പൂജ എവിടെ താമസിക്കുന്നത്? ഹോസ്റ്റലാ. എവിടെ? കടവന്ത്ര. ഓ, സെന്റ് മേരീസ് ഹോസ്റ്റലിലാണല്ലേ? അല്ല. എന്നാ ശ്രീനാരായണ? അല്ല. പിന്നെ NSSന്റെ ഹോസ്റ്റൽ എവിടെ ഉള്ളൂ? എല്ലാ ലേഡീസ് ഹോസ്റ്റലും നല്ല പരിചയമാണല്ലോ. അത് പിന്നെ എന്റെ പെങ്ങക്ക് വേണ്ടി ഞാൻ കുറെ ഹോസ്റ്റലൊക്കെ നോക്കി നടന്നിട്ടുണ്ട്. വൃത്തികെട്ട. അവന് പെങ്ങളൊന്നുമില്ല. നീ സങ്കടം അഭിനയിക്കടി, അഭിനയിക്കടി. ഞാൻ കുറച്ചു കഴിഞ്ഞ് വിളിക്കാം. എന്തു പറ്റി? ഞാൻ കുറച്ച് പ്രോബ്ലത്തിലാ. എന്താ കാര്യം? കുറച്ച് ക്യാഷിന്റെ പ്രോബ്ലം. എത്ര? 10,000. അത് 10,000. ഓക്കെ. ഹലോ, ആരാ? ഹലോ, ഞാൻ കാർത്തിക്. പൂജ ഒന്ന് കിട്ടുമോ? ഞാൻ പറഞ്ഞില്ലേ ഇന്നിവിടെ ഒരു ചടങ്ങ് നടക്കുകയാണെന്ന്. ആരാമേ? ഒരു കാർത്തിക്. ഇങ്ങതാ, ഞാൻ സംസാരിക്കാം. ഹലോ. ഹലോ, ഞാൻ കാർത്തിക്. ഓ, താനാണല്ലേ അവളെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യം ചെയ്യുന്ന കാർത്തിക്? ഞാൻ അവളുടെ ചേച്ചിയാ. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി അവളുടെ മൊബൈലിലേക്ക് താൻ വിളിച്ച ഞങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കും. മനസ്സിലായല്ലോ? വെക്കടാ ഫോൺ. ഓ, നാശം. നസീമേ. ഹലോ. നിയാസേ, നമ്മളാടാ ചതിച്ചു. ഇക്ക ഗൾഫിൽ നിന്ന് അടുത്താഴ്ച എത്തുമെന്ന്. നീ പണയം വെച്ച ആഭരണങ്ങൾ എത്രയും പെട്ടെന്ന് എടുത്തു തരണം, അല്ലെങ്കിൽ ആകെ പോയപ്പാവാടാ. ഹലോ നിയാസേ, നീ എന്തോ ഒന്നും മിണ്ടാത്തേ? എന്താടാ പ്രശ്നം? ഇക്ക വരുന്നു. ഇത്ത സ്വർണം ചോദിച്ചു. അയ്യോ, ഇനി എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? ഇനി ഇത്ത വിളിക്കുമ്പോ ഈ നമ്പർ നിലവില്ലെന്ന് പറയും. എടാ ദുഷ്ട പാവ സ്ത്രീ. എന്തുവാ? എന്നെ പോലെ അവര് ഒരുപാട് സൂചിച്ചില്ലേ? ചേട്ട എന്റെ മാത്രമൊന്നുമല്ലോ. ഇനി ഈ നമ്പർ എനിക്ക് വേണ്ട. ഒരുപാട് പെണ്ണുങ്ങളെ വലലാക്കി എന്റെ പ്രിയപ്പെട്ട നമ്പർ 9061575757. അയ്യോ, ആ അച്ചായനാ? ഏത്? ആ പാലക്കാട്ടുകാരനോ? ആ, നല്ല ബാങ്കായിരുന്നു. ഞാൻ ഒരുപാട് ലോണും എടുത്തിട്ടുണ്ട്. പുള്ളിക്കാരനൊക്കെ എന്നോട് പ്രേമമാണെന്ന്. ഭാര്യയും കുട്ടികളും ഉപേക്ഷിച്ച് വരാന്ന്. എങ്ങനെ ഈ ശല്യത്തെ ഒന്ന് ഒഴിവാക്കുന്നത്? നീ ഫോൺ എടുക്ക്. ഹലോ. മോളെ, മോള്
വരുന്നുണ്ടോ? അച്ഛനും ബീച്ചിലുണ്ട്. എന്തിനാ? നമുക്ക് ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങാം, പിന്നെ ഷോപ്പിങ്ങിന് പോകാം, സിനിമയ്ക്ക് പോകാം. നല്ല ഫുഡ് കഴിക്കാം. മോക്ക് വേണ്ടി നല്ലൊരു റിസോർട്ട് അച്ഛൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതെന്തിനാ? അത് പിന്നെ ഒരു ദിവസം നമുക്ക് റൂമിലും കൂടാം. പേടിക്കൊന്നും വേണ്ട, അല്ലെങ്കിൽ തന്നെ എന്തിനാ മേടിക്കുന്നേ? അച്ഛൻ ഒന്നും ചെയ്യില്ല. മോള് വരുവോ? ഹലോ, പുള്ളിക്കാരനെ ക്ലീൻ പോളിഷ് ചെയ്യാൻ പറ്റിയ അവസരം തുടങ്ങിക്കോ. തുടങ്ങാല്ലേ? മതി അച്ചായ മതി. ഇങ്ങനെ ഒന്നല്ല കരുതിയത്. എന്നാലും എന്നെ ഹോട്ടൽ റൂമിലേക്ക് ക്ഷണിച്ചില്ലേ? ഇനി എന്നെ വിളിക്കണ്ട. അച്ചായന്റെ ഉദ്ദേശം ഇതാണെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല. എനിക്കിനി അച്ചായനെ കാണണ്ട. ഗുഡ് ബൈ. മോളെ വേണ്ട, എന്നെ ഇനി വിളിക്കണ്ട. ഏയ്. കാർത്തിക്, എനിക്ക് പേടിയാവുന്നു. പേടിക്കണ്ട, ഞാൻ ഡോക്ടറോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ, ഞാൻ പോരാ. എന്താ പറ്റി? അത് അടേ തൊട്ടില് വാങ്ങിക്കേണ്ടി വരൂ. അവക്ക് ഇത് ആദ്യമായിട്ടൊന്നല്ല. ശരി. പിന്നെ ഒരു ഭാഗ്യം, അടുത്ത ആഴ്ച അവൾ അമേരിക്കക്ക് പോവാ. ഇത്തരം ഉൽപ്പന്നങ്ങൾ ഡംപ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണല്ലോ അമേരിക്ക. ആ അത് വിട്, കാശെടുക്ക്. കോട് കോട്. പൂജയല്ലേ ഇത്? അവളെന്താ ഇവിടെ? അവരെന്തിനേലും ആവട്ടെ, നീ അത് ഈ കേസ് തലേന്ന് ഒഴിവാക്കാൻ നോക്ക്. എന്നാ കാശ്. ഒരു 3-3.5 പാവം കാണും. അവളുടെ കയ്യില് പൂത്ത പണം ഉണ്ടളിയാ. മാരേജോ അവളെയോ കൂടി വന്നാ ഒരു 2 മാസം കാണും. അത് കഴിഞ്ഞാ ഞാൻ അവളെ ക്ലീൻ ബൗൾഡ് ചെയ്യില്ലേ. അച്ഛനെ ഞാൻ വിളിക്കാം, ഒരു കോള് വരുന്നുണ്ട്. ഓക്കെ ബൈ. ഹലോ, ആൽബി, നീ ആരോടെ ഇത്ര നേരം സംസാരിച്ചോണ്ടിരുന്നത്?